നമസ്കാരം. ഇന്ത്യൻ പൗരന്മാരോടും ഭരണഘടന നൽകുന്ന നിയമവാഴ്ചയോടുമുള്ള ചുമതലകളിലും ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിലുള്ള ആവശ്യവുമായി സ്വച്ഛതയിലും സന്ദേഹം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ച് പുലർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പോളിംഗ് പൂർത്തിയാക്കി കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ വോട്ടിംഗുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ വ്യക്തതയില്ലായ്മയോടെയാണ് ശതമാന കണക്ക് മാത്രം ഇന്നലെ കമ്മീഷൻ വെളിപ്പെടുത്തിയത്. ഓരോ ഘട്ടങ്ങളിലും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വോട്ടർമാരുടെ എണ്ണവും വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണവും ഇല്ലാതെ തന്നെ നൽകുന്ന ശതമാന കണക്കിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് തങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെയും സാമാന്യ മര്യാദകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാട്. ശരിക്കും ഭരണഘടനയോടും നിയമവാഴ്ചയോടുമുള്ള വിശ്വാസ്യത പുലർത്തേണ്ട കമ്മീഷൻ ഭരണക്കാരോടുള്ള താല്പര്യങ്ങളെയാണ് തങ്ങളുടെ മുൻഗണന എന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. ഓരോ തവണയും ഇലക്ഷൻ കമ്മീഷൻ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും പൂർത്തിയായി കഴിഞ്ഞാൽ 6-7 മണിക്കൂറിനുള്ളിൽ പോളിംഗ് ഓഫീസർമാർ സമർപ്പിക്കേണ്ട വോട്ടിംഗ് രേഖകൾ പൂർത്തിയാവും. ഓരോ നിയോജക മണ്ഡലവും സംബന്ധിച്ച കണക്കുകൾ റിട്ടേണിംഗ് ഓഫീസർമാരുടെ പക്കൽ എത്തിച്ചേരും. അത് എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നില്ല? മെയ് 17 ഇത് സംബന്ധിച്ച അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ ഹർജി പരിഗണിക്കവേ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്വേഷിച്ചിരുന്നു. എന്നാൽ വോട്ടിംഗുമായി ബന്ധപ്പെട്ട പ്രധാനമായ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് തത്സമയം തന്നെ ലഭ്യമാണെന്നുള്ള കാര്യവും അതിന് ഇത്രത്തോളം കാലതാമസം വരേണ്ട കാര്യമില്ലെന്നും ഈ പ്രശ്നത്തോട് പ്രതികരിച്ചിരുന്ന മുൻ ഇലക്ഷൻ കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. പോളിംഗ് പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ ലഭ്യമാകേണ്ട വിവരം ഇത്രത്തോളം വൈകിപ്പിക്കാൻ കാരണമെന്തെന്നുള്ളത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷന്റെയാണ്. തെരഞ്ഞെടുപ്പിലുടനീളം പ്രകടമായി വന്നിരിക്കുന്ന സങ്കോചങ്ങളും പോളിംഗ് ശതമാനത്തിനുള്ള ശ്രദ്ധേയമായ തകർച്ചയും നിലനിൽക്കുമ്പോൾ 400-ലധികം സീറ്റുകളുമായി അധികാരം നിലനിർത്തുമെന്ന മോദിയുടെയും BJPയുടെയും അവകാശവാദവുമായി യോജിപ്പിച്ച് നോക്കുമ്പോഴാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ റിസൾട്ട് എന്താകുമെന്നുള്ളതിന്റെ ഭയം ജനങ്ങളിൽ ഇരട്ടിക്കുന്നത്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഭരണകൂടം ഏകപക്ഷീയമായി അവരോധിച്ചിരുന്ന ഒരു കൂട്ടം വിധേയന്മാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പേരിൽ ഈ ജനാധിപത്യ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് എന്നതും ഭയം ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരാതി നൽകിയവരും പരമോന്നത കോടതിയും ഉയർത്തിക്കാട്ടിയ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകാൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരാഴ്ച സമയം മെയ് 24-നാണ് അവസാനിക്കാൻ പോകുന്നത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന പോളിംഗിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പും അന്നാണ്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് വീക്ഷിക്കുന്ന ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവ് അന്നുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. BJP ആയതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അട്ടിമറികൾ നടത്താൻ ഇലക്ഷൻ കമ്മീഷനുള്ളിൽ തന്നെ അവരുടെ പാദസേവകരായ ഉദ്യോഗസ്ഥരും അവർക്കൊപ്പമുള്ളത് കൊണ്ട് എന്തും സംഭവിച്ചേക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭാവിയെയും സംബന്ധിക്കുന്ന വിഷയമാണ് പരമോന്നത കോടതിയുടെ നീതിബോധത്തിന് മുന്നിൽ ഇപ്പോൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രതിവിധി ഉടൻ കാണുമെന്നാണ് കരുതുന്നത്. ജനാധിപത്യ സമ്പ്രദായം ജനങ്ങളുടെ സാമാന്യമായ ബോധത്തെ തന്നെയും വെല്ലുവിളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒന്ന് നിലയ്ക്ക് നിർത്താനും ഭരണകൂടത്തിന്റെ നിക്ഷിപ്ത വ്യക്തി താല്പര്യങ്ങളുടെ ചായ്വിൽ നിന്നും ഒരു വിടുതൽ കൊടുത്തുകൊണ്ട് ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ അതിന്റെ സ്വയംഭരണാധികാരവും അന്തസ്സും പുനർനിർമ്മിക്കുവാൻ പരമോന്നത നീതിപീഠത്തിന് സാധിക്കുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം.